ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു സമയം എന്തോ മാറിപ്പോകുന്നുണ്ട്, എന്തോ നിങ്ങളെ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പയൽ റീഡിംഗ് ആണ്. ഞാൻ 2 പയൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ ലാമ്പാണ്, രണ്ടാമത്തത് ഈ ആമയാണ്. അപ്പം ഇതിൽ 2 പയലിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പയലായിട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഫസ്റ്റ് പയൽ ഈ ലാമ്പാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കും. ഇത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിപ്പോൾ വിട്ടുപോകുന്നത് നോക്കാം. ചിലപ്പോൾ അത് ചില വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ തടസ്സമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം. നോക്കാം. 2 of Cups, High Priestess, Ace of Swords, the Devil, the Five of Wands, ജസ്റ്റിസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഗൈഡൻസ് കൂടി എടുക്കാം. അക്സെപ്റ്റൻസ്, ഇൻസ്റ്റിങ്ക്റ്റ്. ഫസ്റ്റ് പൈലറിൻ്റെ റീഡിങ്ങിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് 2 of Cupsൻ്റെ എനർജിയാണ്. പിന്നെ ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് കാണുന്നത്. അതൊരു ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺ ആയിരുന്ന, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള, നിങ്ങളെ ഒരുപാട് സംഘർഷത്തിലാക്കിയ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഇന്നും വിട്ടുമാറി പോകുന്നത് എന്നാണ് കാണുന്നത്. ഇപ്പം ഈ ഒരു പയൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പയലൊന്ന് നോക്കി നോക്കണം കേട്ടോ. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നോ ടിൻ ഫ്ലെയിം ആണെന്നോ ഒക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി, ചിലപ്പം ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ധാരണ നേരത്തെ ഒരു ഇൻഡ്യൂഷൻ വഴി ആൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ സത്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ആൾറെഡി അറിഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്, നിങ്ങൾ തോന്നിപ്പിച്ച കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം 2 of Cupsഉം ഡബിളും ആണ്. അപ്പം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് വിട്ടുപോകാൻ പറ്റാത്ത ഒരു ബന്ധനം പോലെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റും ഉണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് കിട്ടിയ ഒരു സൈക്കിക് പവറുണ്ട്. നിങ്ങൾ എന്താണെന്ന് നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം സ്പിരിച്വൽ പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോയാലും, ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയാലും, അഥവാ നിങ്ങൾ വിട്ട് കളഞ്ഞാലും അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ക്ലാരിറ്റിയാണ്. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റിയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ മൂടി വെച്ചിരുന്നത് അത് ഇപ്പോൾ പുറത്തു വരുന്നു എന്നാണ് കാണുന്നത്. കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും കൺഫ്യൂഷനൊക്കെ മാറ്റി ഒരു നല്ല ഒരു ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. കൺഫ്യൂഷനൊക്കെ മാറി ഒരു നല്ല ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ള ഡബിളാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ്, അതും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഒരു പേടി, പിന്നെ ഡിപ്പെൻഡൻസി. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരാളില്ലാതെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ്, അതും ഈ ഒരു സമയം നിങ്ങളെ വിട്ടുപോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ
ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ, മാനസിക പ്രയാസം ഉണ്ടാക്കിയ, നിങ്ങളെ വളരാൻ അനുവദിക്കാതിരുന്ന, ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ജോലി സ്ഥലത്തെ പ്രശ്നമാവാട്ടോ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു അൺഹെൽത്തി പാറ്റേൺ ഉണ്ടായിരുന്ന ഒരു ജോലി സ്ഥലത്ത് അവിടെ നിങ്ങൾക്ക് ബലമായിട്ട് നിങ്ങൾ ഇനി ഇവിടുന്ന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിന്നിരുന്ന ആ ഒരു ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തിനോ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഫ്രീ ആയി പോകാൻ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഭയപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതും നിങ്ങളെ വിട്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ എന്തോ ടോക്സിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ഈ ഒരു സമയം വിട്ടുപോകുന്നു എന്നാണ് കാണുന്നത്. ഇതൊരു വിട്ടുപോകുന്നു എന്നുള്ളതല്ല, ചില കാര്യങ്ങളിൽ നിന്നുള്ളൊരു മോചനമാണ് നിങ്ങൾക്ക്. കാരണം അതാണ് ജസ്റ്റിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ വന്നിട്ടുള്ള 5 ഓഫ് വാൻഡ്സ് ആണ്. ആവശ്യമില്ലാത്ത തർക്കം ഉണ്ടായിരുന്നത്, പിന്നെ ട്രോമ, പിന്നെ മാത്രമല്ല പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം വിട്ടുപോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നു എന്നാണുള്ളതാണ് ഏറ്റവും വലിയ. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ഒരു അവസാനം ഇപ്പം വരുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം, ചില ഹാബിറ്റ്സ് ആകാം. നിങ്ങൾക്കറിയാം ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാബിറ്റും ഉണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായതോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിമിത്തം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതോ ആയ ആ ഒരു പ്രശ്നവും നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയം വിട്ടു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പ് പാറ്റേൺ മാത്രമല്ല, നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങളും ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മനസമാധാനം വരുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് വരുന്നത്. കാരണം കർമ്മ ബാലൻസ് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാം, മറ്റുള്ള മനുഷ്യരുടെ ഭാഗത്തുനിന്ന് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചില ബന്ധങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു. അത് റിലേഷൻഷിപ്പ് ആയവ, ചിലപ്പം ചില ഇങ്ങനെ കാർമികമായിട്ട് ഇങ്ങനെ കെട്ടുപാടുകളിൽ കിടക്കുന്ന ചില ബന്ധങ്ങൾ, ചിലപ്പോൾ അത് കോർട്ടുമായി ബന്ധപ്പെട്ട് കോർട്ടിൽ കിടക്കുന്ന റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ടോക്സിക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ക്രൂവലായിട്ട് നിങ്ങളോട് പെരുമാറിയിരുന്ന ചില വ്യക്തികൾ, ആ വ്യക്തികൾ അത് നിങ്ങൾക്കൊരു എന്താണ് കോർട്ട് ഒരു ജസ്റ്റിസ് തരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് അവസാനിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് അത് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. അനീതി നടന്നിരുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ ചില കെട്ടുപാടുകളിൽ പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെ വിട്ടുപോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഇമോഷൻസിനെ നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റിലുള്ള കുറേ ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ട്രോമാസ്, അതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു സമയം പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം ഈ ഒരു സമയത്ത് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. മാറിപ്പോകേണ്ട ചില കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തത് തന്നെയാണ്. അത് മാറിപ്പൊക്കോട്ടെ എന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുക. നിങ്ങൾ ഒരിക്കലും അത് പിടിച്ചു വെക്കാൻ ശ്രമിക്കാതിരിക്കുക. നമ്മളത് അംഗീകരിക്കുമ്പോഴാണ് നമ്മളുടെ മുന്നിലുള്ളൊരു സാഹചര്യം നമ്മളത് അംഗീകരിക്കുക. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അംഗീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പഴയ കാര്യങ്ങൾ പിടിച്ചു നിന്നാൽ അത് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം, അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, അതിനെ വിശ്വസിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറഞ്ഞു തരും ഇതിങ്ങനെയാണ് പോണത്, ഇതിങ്ങനെ പൊക്കോട്ടെ. പലതവണ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാത്തതായിരിക്കാം. അത് പോകുന്നവർ പൊക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം മാറി നിങ്ങൾക്കൊരു നല്ല കാലമാണ് വരാൻ പോകുന്നത് എന്ന് പലപ്പോഴും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളത് പാസ്റ്റ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്, അത് പൊക്കോട്ടെ. പോയിട്ട് വരുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത്. ഈ ഇൻഡ്യൂട്ടീവായിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇൻഡ്യൂഷൻ കൂടുതൽ ശക്തിപ്പെട്ടേക്കാം. നിങ്ങൾക്ക് വരേണ്ട ഒരു വ്യക്തി അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നു. ഈ ടോക്സിക് അല്ലാത്ത നിങ്ങൾക്ക് നീതി തരുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്
അക്സെപ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. എന്താണോ നമ്മുടെ മുന്നിലുള്ളത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈൽ കൂടി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇത് തിരഞ്ഞെടുക്കുന്നതിനുള്ളൊരു ഇതും കാണും കേട്ടോ, കൺഫ്യൂഷൻ കാണും. അപ്പം നിങ്ങൾക്ക് ഉള്ളതല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് എന്താണെന്ന് നോക്കുന്നു. അത് ഈ ഒരു ടോർട്ടോയ്സ്, ഈ ആമ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്ങാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് വിട്ടുപോകുന്നത്, അതെന്തുകൊണ്ടാണ് പോകുന്നത്, പകരം നിങ്ങൾക്ക് എന്താണ് വരുന്നതെന്നൊക്കെ നോക്കാം. പിന്നെ ഒരു ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നതെന്നും കൂടി നോക്കാം. സിക്സ് ഓഫ് കപ്പ്, ദി സ്റ്റാർ, ജസ്റ്റിസ്, ത്രീ ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്, സെവൻ ഓഫ് പെൻഡക്കിൾ. ബോട്ടം വരുന്നത് ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അതിനെ നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. വിസ്ഡം, ഡിസ്കവറി. സെക്കൻഡ് പൈലില് ആദ്യം വന്നിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് കപ്പാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ, പാസ്റ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ചിലപ്പോൾ അത് പഴയ ഓർമ്മകളോ പഴയ ആളുകളോ അല്ലെങ്കിൽ പഴയ ഒരു കണക്ഷൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു ജീവിതഘട്ടം, ഒരു ലൈഫ് സൈക്കിൾ, അത് ശരിക്കും ഈ ഒരു സമയം മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല അടുത്ത് വന്നിട്ടുള്ളത് സ്റ്റാറാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടാകാം. അപ്പോൾ ഈ പ്രസൻറ്റിൽ നിങ്ങൾക്കത് ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. പക്ഷേ ആ പാസ്റ്റ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പാസ്റ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സ്റ്റാർ പറയുന്നത്. കാരണം സ്റ്റാർ ഒരു അതങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ, യൂട്യൂബ് അതിൻ്റെ വയലേഷൻ വരും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. കാരണം അത് ഇത് എപ്പോഴെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് ഇതിൽ. കാരണം നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നല്ല എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചത് ചിലപ്പം ദൈവം വിചാരിക്കും അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടതെങ്കിൽ അത് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം ഈ സിക്സ് ഓഫ് കപ്പ് പറയുന്നത് പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ വരണമെന്നോ പാസ്റ്റുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നോ, ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യമായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഇരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാരണം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വിറ്റുപോയ ഒരു വീട് നിങ്ങൾ, അല്ലെങ്കിൽ സ്ഥലം, അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ എന്താണ്, നിങ്ങൾ കുഞ്ഞത്തെ കാലത്ത് നിങ്ങൾ താമസിച്ചിരുന്നതോ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതോ ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉള്ളതോ ആയിട്ടുള്ള ഒരു സ്ഥലമോ ഒരു വാഹനമോ ഒരു വീടോ ഒക്കെ അത് വിട്ട് കളഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇത് ശരിയാവുമെന്ന് വിചാരിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാട്ടോ ഇത്. പിന്നെ നിങ്ങൾ ഒരുപാട് വേദനിച്ച ചില ഇൻസിഡൻസ് ഹീലാകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് വേദനിച്ചത് നിങ്ങളെ ശരിക്കും ഒരു വലിയ ട്രോമയിലേക്ക് കൊണ്ടുപോയ ഒരു പ്രശ്നം അത് ഹീലാകുന്നു എന്നാണ് കാണുന്നത്. ഇപ്പം ഇത് ദൈവമായിട്ടൊരു ബാലൻസ് കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. കാരണം ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാലം അത് ആ വേദന ഹീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് കാത്തിരിപ്പിൻ്റെ അവസാനമാണ് കേട്ടോ. കുറേ കാലം കൊണ്ട് കാത്തിരുന്നൊരു കാര്യം നിങ്ങൾക്ക്
ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇത് മടുത്തിട്ടുണ്ടായിരിക്കാം. ഇത് കാത്തിരുന്ന് എനിക്കിനി വയ്യല്ലോ എന്ന് വിചാരിച്ച് മടുത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഇതൊരു വിസ പോലെയുള്ളൊരു കാര്യം. കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു, ഒരു വിസ വരുന്നതൊക്കെ കാത്തിരുന്നെങ്കിൽ അതിപ്പം നിങ്ങളത് അവസാനിക്കുന്നു, ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിൽ പുതിയൊരു സ്നേഹമോ പുതിയൊരു സന്തോഷമോ ഒരു വീടോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലെ അതൊരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റ് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു. പിന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അത് നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് അത് മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റഡ് ആകും. അപ്പം നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്ത കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് വീണ്ടും കണക്റ്റ് ആകും എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നത്, അത് 3 ഓഫ് വാണ്ട്സും പറയുന്നുണ്ട്. നിങ്ങൾ കുറേ കാലം കൊണ്ട് ശരിയാവും എന്ന് വിചാരിച്ച് ശരിയാകാതിരുന്ന കാര്യം അത് വരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ പക്ഷേ നിങ്ങളൊരു പുതിയ ഒരു കാര്യത്തിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആദ്യം ചെയ്തിരുന്നത് പോലെ ആ ഒരു പാറ്റേൺ പൂർണ്ണമായിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കാര്യം ചെയ്യുക. അത് ചിലപ്പം നിങ്ങൾ വേറെ വല്ല രാജ്യത്തേക്കും പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാൻസൽ ചെയ്യേണ്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത് ഡോക്യുമെന്റ്സ് ആകാം, അല്ലെങ്കിൽ ചില വ്യക്തികളാകാം, നിങ്ങളുടെ ട്രോമയാകാം. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. കാരണം ഇത് ഹീലിംഗ് നടക്കുന്നു എന്നാണ്. അപ്പം പാസ്റ്റിൽ ഉണ്ടായ എന്തോ വേദന എന്തായാലും ഇപ്പോൾ പൂർണ്ണമായിട്ട് ഹീലാകുന്നുണ്ട്. ഹീലാകുമ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ വിസ്ഡമാണ് വന്നിട്ടുള്ളത്. അപ്പം പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങളൊരു നല്ലൊരു പാഠം പഠിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ അറിയാം എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ എടുക്കരുത്, നമ്മൾ തള്ളിക്കളയേണ്ടത് എന്താണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു എന്നാണ് കാണുന്നത്. ഒരു പാഠം നിങ്ങൾ പഠിച്ചു എന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ട് ഡിസ്കവറിയാണ്. അപ്പം നമ്മളെ സ്വയം കണ്ടെത്തുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിലെ പെയിനിൽ നിന്നും നമ്മളെ ഹീൽ ചെയ്ത്, ഇപ്പോൾ ഇത് ഹാർട്ട് ചക്രയാണ്, ഇത് സ്റ്റാർ ഹീലിങ്ങിൻ്റെ ഒരു കാർഡുമാണ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതിനാണ് നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ ശക്തിയും ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലായി എന്നാണ് കാണുന്നത്. മാത്രമല്ല എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കണ്ടെത്തി എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ആകേണ്ടിയിരുന്നത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക്. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ പുതിയ ഒരു ദിശയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. പഴയ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. കാരണം ജസ്റ്റിസ് പറയുന്നത് നിങ്ങൾക്ക് നീതി കിട്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോവുക. അത് ദൈവമായിട്ട് തന്നെ പല ചാൻസസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. നിങ്ങൾ ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ്. എനിക്ക് ഇതേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അതങ്ങനെ അല്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാണ് കാണുന്നത്. ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നത് നിങ്ങളെ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഫലം വരാതിരുന്ന കാത്തിരിപ്പ് നിങ്ങൾ അവസാനിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളത് വിട്ടുകളയുന്നുണ്ട്. പിന്നെ പാസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അത് നിങ്ങൾ വിട്ടുകളയുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇനി തിരികെ വരാത്ത എന്തോ ഒരു കാര്യം തിരികെ വരുമോ എന്ന് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഈ ഒരു ഇതിൽ പുതിയത് വരുന്നത് ഒരു ഹീലിംഗ് ആണ് കേട്ടോ. സ്റ്റാർ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്.
ഹീലിംഗ് നടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലുണ്ടായിരുന്ന പെയിനും ട്രോമയും ഒക്കെ ഹീൽ ചെയ്യുന്ന സമയമാണ്. അത് യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്തു തരുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ആളുകളായിരിക്കാം, ഒക്കെ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഭൂതകാലത്തിൽ തന്നെ നിൽക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു ഗൈഡൻസിൽ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രസൻറ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ഭൂതകാലത്തിൽ നിൽക്കാതിരിക്കുക, പ്രസൻറ്റിലേക്ക് വരണമെന്നാണ് ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം കാത്തിരിപ്പൊക്കെ വിട്ട് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു എനർജി. അത് പുതിയ വ്യക്തിയായിരിക്കാം, പുതിയ സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയായിരിക്കാം. അതാണ് കാണുന്നത്. കാത്തിരിപ്പ് മാറി വേറൊരു ദിശയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.